എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ ഏതോ ഒരാൾ ടെററായിട്ട് ചുരുട്ട് വലിക്കുകയാണ്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്താ ഇവിടെ നമ്മുടെ ഗോക്കു അവനാണെങ്കിൽ ആ തലക്കെട്ടുകാരനെ ഹെൽപ്പ് ചെയ്ത് യാത്ര അത് പുനരാരംഭിച്ചിരിക്കുകയാണ്. അവന്റെ ലക്ഷ്യം അവന്റെ മുത്തച്ഛനെ ഡ്രാഗൺ ബോൾ അതെങ്ങനെയെങ്കിലും തിരികെ പിടിക്കുക എന്നതാണ്. അവന്റെ ഫ്ലൈയിങ് നിംബസിൽ കയറി ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ ഹായ് ആയിട്ട് പോവാണ്. വർഷങ്ങളായി അവന്റെ ഗ്രാൻഡ് പേയോടൊപ്പം ആ ഒരു വലിയ കാട്ടിലാണ് ജീവിച്ചത്. ഗ്രാൻഡ് പേ അല്ലാതെ മറ്റാരെയും അവൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഇപ്പൊ കാണുന്നതും കേൾക്കുന്നതും എല്ലാം തന്നെ അവന് പുതിയതാണ്. അവന്റെ ഓരോ കാഴ്ചകളും അങ്ങനെ ആസ്വദിച്ച് കാണും. അവൻ താഴേക്ക് നോക്കും. വലിയ വലിയ മലകൾ, കുന്നുകൾ, നദികൾ അങ്ങനെ പലതും കാണും. പക്ഷെ നമ്മുടെ ഗോക്കു അവൻ ആദ്യമായിട്ട് ഒറ്റയ്ക്ക് പുറത്തു വരുന്നത് കൊണ്ട് തന്നെ പല കാര്യങ്ങളിലും അവന്റെ ശ്രദ്ധ അത് കേന്ദ്രീകരിക്കാനായിട്ട് കഴിയില്ല. അവനാണെങ്കിൽ അങ്ങനെ ബോധമില്ലാതെ ഫ്ലൈ ചെയ്ത് ഇപ്പൊ വലിയൊരു മലയിൽ പോയി ആഞ്ഞിടിക്കും. ഗോകുവിന്റെ കൺട്രോൾ പോയി ഗോകു അവന്റെ കയ്യിലുണ്ടായിരുന്ന കിഴിയും താഴേക്ക് പോകും. അടുത്ത നിമിഷം ആ ഫ്ലൈയിങ് നിംബസ് അവരെ രണ്ടുപേരെയും സേഫ് ആയിട്ട് താങ്ങിയെടുത്ത് ഫ്ലൈ ചെയ്ത് കൊണ്ടുപോവാണ്. ഗോകു താഴേക്ക് നോക്കും. വലിയ കാട്ടുപോത്തിന്റെ കൂട്ടങ്ങൾ അവറ്റകൾ അങ്ങനെ നിരയായിട്ട് ഓടുകയാണ്. ആണെങ്കിൽ അത് കണ്ട് സന്തോഷത്തിൽ തുള്ളിച്ചാടും. അതിനുശേഷം ആ ഫ്ലൈയിങ് നിംബസ് അവനെ വനത്തിന്റെ ഇടയിലൂടെ കൊണ്ടുപോകും. ഒരുപാട് ഫ്രൂട്ട്സ് ഒക്കെ അവൻ കളക്ട് ചെയ്ത് ആസ്വദിച്ച് അവൻ പുറത്തേക്ക് വരും. അവന് കിട്ടിയ ഫ്രൂട്ട്സ് ഒക്കെ അവൻ ഹായ് ആയിട്ട് കഴിക്കുകയാണ്. അതിനുശേഷം അവൻ ആ റഡാർ ഒന്ന് ചെക്ക് ചെയ്യും. അതിന്റെ അകത്ത് ഇപ്പൊ യാതൊരു സിഗ്നലും ഇല്ല. ഓ നോ, ഇത് താഴെ വീണ് കേടായി പോയോ, ഇതിനെന്താ സംഭവിച്ചെന്ന് ചോദിച്ച് അവനാണെങ്കിൽ വീണ്ടും വീണ്ടും അതിൽ പ്രസ് ചെയ്യും. അടുത്ത നിമിഷം അവന്റെ റഡാറിൽ ഇപ്പോൾ ഒരു ഡ്രാഗൺ ബോളിന്റെ സൈൻ കാണിക്കും. അവനാണെങ്കിൽ ഭയങ്കര സന്തോഷം. അവൻ അവിടേക്ക് പറന്നു പോവും. കട്ട് ചെയ്ത ഗോകുവിന്റെ ആ മോൺസ്റ്റർ രൂപം കാണിക്കുകയാണ്. ആ മോൺസ്റ്റർ ആണെങ്കിൽ ചുറ്റും ഉണ്ടായിരുന്ന ബിൽഡിങ്ങുകൾ, വലിയ വലിയ പാറകളൊക്കെ ഇട്ടിച്ച് തകർക്കും. അതിനുശേഷം ആ ബീസ്റ്റിനെ തകർക്കാനായി അവന്റെ അടുത്തേക്ക് പാഞ്ഞടക്കും. ക്യാമറ അങ്ങനെ സൂം ചെയ്ത ഇത് നമ്മുടെ ബീസ്റ്റ് അവൻ സ്വപ്നം കാണുകയാണ്. അവനാണെങ്കിൽ ആ കാഴ്ച കണ്ട് പേടിച്ച് നിൽക്കുമ്പോൾ ഡോഗ് ഡോർക്ക് തല്ലി തുറന്ന് അകത്തേക്ക് കയറി വരും. ബോസ്, നിങ്ങൾ ഓക്കെ അല്ലേ? നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ബീസ്റ്റ് ആണെങ്കിൽ ഉച്ചത്തിൽ വിളിച്ചു പറയും, ദയവ് ചെയ്ത് എന്നെ അറ്റാക്ക് ചെയ്യരുത്, ഞാനൊരു പാവമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അത് കേട്ട് ഡോഗ് ആണെങ്കിൽ അവന്റെ മുഖത്തുണ്ടായിരുന്ന ക്യാപ്പ് എടുത്ത് ചിന്ന തലയ്ക്ക് ഒരു തട്ട് വെച്ച് കൊടുക്കുകയാണ്. ആളാണെങ്കിൽ ചാടി എഴുന്നേക്കും. എന്നിട്ട് നൈസായിട്ട് ഇപ്പൊ ഡോഗിനോട് പറയും, സത്യത്തിൽ ഞാൻ കരയൊന്നും ആയിരുന്നില്ല, ജസ്റ്റ് ഒരു ഡ്രാമ അത് പ്രാക്ടീസ് ചെയ്യായിരുന്നു. ഡോഗ് ആണെങ്കിൽ ക്യാഷ്ഡ് ആയിട്ട് പറയും, കരയുന്നത് തെറ്റൊന്നുമല്ല, അങ്ങ് കരഞ്ഞതാണെന്ന് എനിക്ക് മനസ്സിലായി. അത് കേട്ട് കൺട്രോൾ പോയ ബീസ്റ്റ് ആണെങ്കിൽ ആ ചെരുപ്പ് മേടിച്ച് അവന്റെ തലയ്ക്ക് ആഞ്ഞടിക്കുകയാണ്. ഉടനെ ആ ഡോഗ് ആണെങ്കിൽ ഇപ്പൊ ബീസ്റ്റിനോട് പറയും, ഒരു സന്തോഷ വാർത്തയുണ്ട്, നമ്മുടെ റഡാറിൽ വീണ്ടും ആ ഡ്രാഗൺ ബോൾസിന്റെ സിഗ്നൽ അത് കിട്ടി തുടങ്ങി. അത് കേട്ട് അവൻ ഡബിൾ ഹാപ്പി. ഓ നോ, ഒരു വർഷത്തെ എന്റെ കാത്തിരിപ്പ് അതിപ്പോ സഫലം അണിഞ്ഞിരിക്കുകയാണ്. എത്രയും വേഗം ആ ബോൾസ് മുഴുവൻ കണ്ടെത്തി ഡ്രാഗണെ എനിക്ക് സമൻ ചെയ്യണം. ഈ ലോകത്തെ മുഴുവൻ എനിക്ക് അടക്കി ഭരിക്കാനുള്ള നേരമായെന്ന് പറയും. അതിനുശേഷം അവൻ ആ വിൻഡോ ഓപ്പൺ ചെയ്യും. നല്ല ഫോഴ്സിൽ കാറ്റടിച്ച് അവൻ പുറത്തേക്ക് പോവാണ്. കർട്ടണിൽ ബീസ്റ്റ് മാസ്റ്റർ ആണെങ്കിൽ തൂങ്ങിപ്പിടിച്ച് കിടന്ന് ഇപ്പൊ അലറി നിലവിളിക്കും, പ്ലീസ് എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്ക്, ഈ കാറ്റില് ഞാൻ പറന്നു പോകും. ആണെങ്കിൽ ആ കർട്ടണിൽ പിടിച്ചു വലിക്കും. പക്ഷെ ഡോറൊക്കെ തകർന്ന് ആളുടെ ദേഹത്ത് വന്ന് ആഞ്ഞിട്ടിക്കുകയാണ്. ഇവിടെ അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇപ്പൊ ആരൊക്കെയോ ഒരുപാട് വണ്ടികളിൽ എവിടേക്കോ ലക്ഷ്യമാക്കി പോവാണ്. അപ്പൊ ദൂരത്തായിട്ടൊരു പയ്യൻ അവൻ ചാടി എഴുന്നേറ്റ്, ഓ നോ, എനിക്ക് വിശക്കുന്നുണ്ട്, ഇത്രയും ദിവസവും ഞാൻ എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്തു, ഇനി വീണ്ടും എനിക്ക് ജോലിക്ക് പോകാൻ സമയമായി, എവിടെയെങ്കിലും കയ്യിൽ നിന്ന് എന്തെങ്കിലും അടിച്ചു മാറ്റിയേ പറ്റുമെന്ന് പറഞ്ഞ് ആ തൊപ്പിക്കാരൻ പയ്യനാണെങ്കിൽ ഇപ്പൊ നദിയുടെ തീരത്തേക്ക് പോകും. നദിയിൽ നമ്മുടെ ഗോക്കു ആണെങ്കിൽ അവന്റെ സാധനങ്ങളൊക്കെ കരയ്ക്ക് ആയിട്ടൊരു സ്ഥലത്ത് വെച്ച് ഇപ്പൊ വെള്ളത്തിൽ അങ്ങനെ ഹായ് ആയിട്ട് നീന്തി കുളിക്കുകയാണ്. ആ സമയം ആ കാടിന്റെ ഇടയിലൂടെ പുറത്തേക്ക് വന്ന തൊപ്പിക്കാരൻ പയ്യൻ അവനാണെങ്കിൽ ഇപ്പൊ ഗോകുവിന്റെ സ്റ്റിക് സാധനങ്ങളും എല്ലാം തന്നെ അടിച്ചു മാറ്റും. ഗോകു കുളിയൊക്കെ കഴിഞ്ഞ് തിരികെ എത്തും. എന്റെ സാധനങ്ങളൊന്നും തന്നെ അവിടെ കാണാനില്ല. ഗോകു ആണെങ്കിൽ അതുകൊണ്ട് ടെൻഷൻ ആവുകയാണ്. ഓ നോ, എന്റെ സാധനങ്ങൾ അത് കാണുന്നില്ല എന്ന് പറഞ്ഞ് അവൻ ഉച്ചത്തിൽ നിലവിളിച്ച് നിംബസിൽ കയറി അവിടെ മുഴുവൻ അന്വേഷിക്കാനായിട്ട് ആരംഭിക്കും. അതേസമയം തൊപ്പിക്കാരനാണെങ്കിൽ ഭയങ്കര സന്തോഷം, എനിക്ക് ഒരുപാട് സാധനങ്ങൾ കിട്ടിയെന്ന് പറഞ്ഞ് ഗോകുവിന്റെ സാധനങ്ങളൊക്കെ എടുത്ത് ഹാപ്പി ആയിട്ട് തുള്ളിച്ചാടി മുൻപോട്ടേക്ക് ഓടും. ഗോകുവാണെങ്കിൽ ഉച്ചത്തില് ഇപ്പൊ പവർ ബോൾ എക്സ്റ്റെൻഡ് എന്ന് പറയും. അത് കേൾക്കേണ്ട താമസം അവന്റെ സ്റ്റിക്ക് അതങ്ങനെ വലുതായി വരും. ഗോകു ആണെങ്കിൽ ആ സ്റ്റിക്കിലേക്ക് ചാടി വീണ് ഇപ്പൊ കാട്ടിലേക്ക് ഒന്ന് ലാൻഡ് ചെയ്യും. തൊപ്പിക്കാരൻ പയ്യനാണെങ്കിൽ ഇപ്പൊ ഗോകുവിനെ കണ്ടു പേടിച്ച് അവിടുന്ന് ഓടുകയാണ്. ഗോകു ചുറ്റും നോക്കും. അവന്റെ കുറച്ച് സാധനങ്ങളും റഡാറും ഇപ്പോഴും മിസ്സിംഗ് ആണ്. ഓ നോ, ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ആ ഡ്രാഗൺ ബോൾ സ്വന്തമാക്കാൻ കഴിയൂ. എങ്ങനെയെങ്കിലും അത് കണ്ടെത്തിയേ പറ്റൂ. എനിക്ക് അവന്റെ സ്മെല്ല് കിട്ടുന്നുണ്ട്, ആ സ്മെല്ല് വെച്ച് ഞാൻ അവനെ കണ്ടെത്തുമെന്ന് പറഞ്ഞ് ഗോകു ആണെങ്കിൽ അവിടെ കിടന്ന അവന്റെ ഷൂസ് ഒന്ന് സ്മെല്ല് ചെയ്യും. അതിന്റെ സ്മെല്ല് അവന് താങ്ങാൻ കഴിയുന്നില്ല. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് ആ ബീസ്റ്റും അവന്റെ അസിസ്റ്റന്റും അവർ രണ്ടുപേരും ചേർന്ന് ഡ്രാഗൺ ബോൾ അന്വേഷിച്ച് ഒരു സിറ്റിയിലേക്ക് വന്നിരിക്കുകയാണ്. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് നമ്മൾ മുൻപ് കണ്ട ആ ഒരു വലിയ കൂട്ടം അവരാണെങ്കിൽ ഒരു വീട്ടിലേക്ക് വന്ന് അവിടെയുള്ളവരെല്ലാവരെയും തോക്കിൻ മുനയിൽ നിർത്തുകയാണ്.
ഹായ്, ഞാൻ ഇവിടേക്ക് വന്ന് ഇങ്ങനെയൊക്കെ ചെയ്തതിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. ആദ്യം അല്പം ഫുഡ് വേണം. ചോപ്പനാണെങ്കിൽ അവൻ ആവശ്യമായിട്ടുള്ള കുറച്ച് ഫുഡ് അത് കഴിക്കും. അതിനുശേഷം അവരോട് ദേഷ്യപ്പെട്ട് ചോദിക്കും, ഞങ്ങൾക്ക് ആവശ്യം ഡ്രാഗൺ ബോളാണ്. അത് ഇവിടെ ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അതൊക്കെ അത് ഞങ്ങൾക്ക് തരുന്നതാണ് നല്ലത്. അതിനവരാണെങ്കിൽ ഇപ്പോൾ അവന്റെ കാലിൽ വീണ് കെഞ്ചും, ദയവ് ചെയ്ത് ഇവിടുന്ന് കടന്നു പോകണം. നിങ്ങൾ അന്വേഷിക്കുന്ന ഒന്നും ഇവിടെ ഇല്ല. ഒരു സാധാരണ പാവപ്പെട്ട ഫാമിലിയാണ്. ഞങ്ങളുടെ കയ്യിൽ അത്തരത്തിലൊന്നും തന്നെ ഇല്ല. അത് കേട്ട് അവൻ ഇപ്പൊ അവരെ മുഴുവൻ അറ്റാക്ക് ചെയ്ത് പുറത്തേക്ക് വരികയാണ്. ഇതാ മറ്റൊരു ഭാഗത്ത് ആ തൊപ്പിക്കാരൻ പയ്യൻ, അവനാണെങ്കിൽ പഴയ ആന്റിക് സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരു അങ്കിളിന്റെ അടുത്തേക്ക് വരും. അങ്കിളിനാണെങ്കിൽ അവന്റെ സ്മെല്ലടിച്ച് എന്റെ അടുത്ത് പോലും നിൽക്കാൻ കഴിയുന്നില്ല. ഓ നോ, നിനക്ക് ഭയങ്കര സ്മെല്ലാണ്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിനക്കൊന്ന് കുളിച്ചുകൂടെ? അതിനവനാണെങ്കിൽ തലയൊക്കെ ചൊറിഞ്ഞ് അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ റഡാർ ഇതാ അങ്കിളിന്റെ കയ്യിൽ കൊടുക്കും. അങ്കിളാണെങ്കിൽ അത് ചെക്ക് ചെയ്യും. ആൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത് വളരെ എക്സ്പെൻസീവ് ആയ ഒന്നാണെന്ന്. ആളാണെങ്കിൽ ക്യാഷ്വലായിട്ട് പറയും, ഇത് വളരെ ചീപ്പാണ്, ഇതിന് വലിയ വിലയൊന്നും കിട്ടില്ല, വെറും 10 സെന്റ് അത് മാത്രമേ കിട്ടൂ എന്ന് പറഞ്ഞ് അവന് 10 സെന്റ് കൊടുക്കും. അവനാണെങ്കിൽ ആ 10 സെന്റുമായിട്ട് ഹായ് ആയിട്ട് അവിടുന്ന് കടന്നു പോകും. സമയം കഴിയുമ്പോൾ ബീസ്റ്റും ആ അസിസ്റ്റന്റ് പെണ്ണും അവർ രണ്ടുപേരും ആന്റിക് ഷോപ്പിലേക്ക് വരും. അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന ഒരു ക്രൗൺ അതെടുത്ത് ട്രൈ ചെയ്യുകയാണ്. ആ അങ്കിളാണെങ്കിൽ ബീസ്റ്റിനോട് പറയും, സത്യത്തിൽ നിങ്ങൾക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്. നിങ്ങൾ ഏതെങ്കിലും രാജ്യത്തെ രാജാവാണോ? അതിന് ബീസ്റ്റ് പറയും, അതെ, ഞാൻ ഈ ലോകത്തിന് തന്നെ രാജാവാൻ പോകുന്ന ഒരാളാണ്. അങ്കിളാണെങ്കിൽ അത് കേട്ട് ഭയങ്കരമായിട്ട് സന്തോഷിക്കും. കാരണം അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു നല്ല കസ്റ്റമറിനെ കിട്ടിയിരിക്കുകയാണ്. ആ പെണ്ണാണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, നമുക്കിപ്പോൾ ഇതിന് സമയമില്ല, നമ്മുടെ ലക്ഷ്യം അത് മറ്റൊന്നാണെന്ന് പറയും. പക്ഷേ ബീസ്റ്റ് ആണെങ്കിൽ തീർത്തു പറയും, എനിക്കൊരു ക്രൗൺ ആവശ്യമാണ്, അത് വാങ്ങിയിട്ടേ ഞാൻ എവിടേക്കും ഉള്ളൂ. അത് കേട്ട അങ്കിൾ ഹാപ്പി. അദ്ദേഹമാണെങ്കിൽ അവരുമായിട്ട് ഇപ്പൊ അകത്തേക്ക് പോകും. ആള് ആ റഡാർ ഇപ്പൊ പുറത്ത് വെക്കുകയാണ്. അപ്പോൾ അതിൽ കാണിക്കും ആ ഡ്രാഗൺ ബോൾ അത് അവിടെ തന്നെ ഉണ്ടെന്ന്. അങ്കിളാണെങ്കിൽ ബീസ്റ്റിനോട് പറയും, ഇവിടെ വളരെ റെയർ ആയിട്ടുള്ള ഒരു സാധനമുണ്ട്, അതുപയോഗിച്ചാൽ നിങ്ങൾക്ക് ഈ ലോകത്തെ തന്നെ അടക്കി ഭരിക്കാൻ കഴിയുമെന്ന് പറഞ്ഞ് ഒരു ബോക്സ് അത് പുറത്തേക്ക് എടുത്ത് ബീസ്റ്റിന്റെയും ആ പെണ്ണിന്റെയും നേരെ നീട്ടുകയാണ്. അവരാണെങ്കിൽ അത് കണ്ട് ഷോക്കാവും. അതിൻ്റെ ഉള്ളിൽ മറ്റൊന്നുമല്ല, 4 സ്റ്റാർ ഡ്രാഗൺ ബോൾ. ഓ നോ, 7 എണ്ണത്തിൽ 1 അതെനിക്ക് കിട്ടി, ഞാൻ അത് അച്ചീവ് ചെയ്തു എന്ന് പറഞ്ഞ് അവൻ തുള്ളിച്ചാടും. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് നമ്മുടെ ഗോക്കു, അവൻ ആ തൊപ്പിക്കാരൻ പയ്യന്റെ സ്മെല്ല് അതങ്ങനെ സ്മെല്ല് ചെയ്ത് ഇപ്പൊ അവന്റെ ലൊക്കേഷൻ ട്രേസ് ചെയ്ത് അവന്റെ തൊട്ടടുത്ത് എത്തിയിരിക്കുകയാണ്. ഗോക്കു ആണെങ്കിൽ അവന്റെ പേര് വിളിക്കും. അടുത്ത നിമിഷം അവൻ ഉഷാറായിട്ട് അവിടുന്ന് ഓടാനായിട്ട് തുടങ്ങും. ഗോക്കുവിന് അവന്റെ നാറ്റം അത് സഹിക്കാൻ കഴിയില്ല. ഉടനെ അവൻ അവന്റെ സ്റ്റിക്ക് എടുത്ത് അവന് നേരെ വലിച്ചെറിയും. അവൻ അകപ്പെട്ടു പോയിന്ന് മനസ്സിലാക്കിയ ആ പയ്യനാണെങ്കിൽ ഇപ്പൊ ഗോക്കുവിനോട് ക്ഷമ പറയും, നിന്റെ കയ്യിലുണ്ടായിരുന്ന സാധനം അതെല്ലാം ഞാൻ വിറ്റു. അതിൽ 10 സെന്റ് എനിക്ക് കിട്ടി. 5 സെന്റിന് ഞാൻ ഫുഡ് ഐറ്റംസ് മേടിച്ചു. ബാക്കി 5 സെന്റ് വേണമെങ്കിൽ നിനക്ക് തരാം. ഗോക്കു ആണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, എനിക്ക് അതൊന്നും ആവശ്യമില്ല. എനിക്ക് നഷ്ടപ്പെട്ടു പോയ റഡാർ അത് തിരികെ കിട്ടിയേ പറ്റൂ. അതുണ്ടെങ്കിൽ മാത്രമേ എന്റെ ഗ്രാൻഡ് പാനെ കണ്ടെത്താനായിട്ട് പറ്റൂ. സത്യം പറയും, നീ അത് ആർക്കാ വിറ്റത്? ഉടനെ അവരത് ആർക്കാണ് വിറ്റതെന്നുള്ള ഡീറ്റെയിൽസ് ഇപ്പൊ ഗോക്കുവിന് പറഞ്ഞു കൊടുക്കും. കട്ട് ചെയ്ത ഇവിടെ ആ ബീസ്റ്റ് അവനാണെങ്കിൽ ഒരുപാട് പണം ആ അങ്കിളിന് കൊടുത്ത് അവിടുന്ന് കടന്നു പോകും. അപ്പോഴായിരിക്കും ഗോക്കു അവൻ ആ ഷോപ്പിലേക്ക് വരിക. അവൻ ആ ഷോപ്പിന് മുൻപിലിരിക്കുന്ന റഡാർ കണ്ട് ഭയങ്കരമായിട്ട് ഹാപ്പി ആവും. ഓ നോ, അതെനിക്ക് കിട്ടി, ഞാൻ വളരെ ഹാപ്പിയാണെന്ന് പറഞ്ഞ് അവൻ ആ റഡാർ എടുത്ത് ചെക്ക് ചെയ്യുമ്പോഴായിരിക്കും ഡ്രാഗൺ ബോൾ അത് അവിടെ തന്നെ ഉണ്ടെന്ന് അവൻ മനസ്സിലാക്കുക. അടുത്ത നിമിഷം ആ ബീസ്റ്റും ലേഡിയും അവർ പുറത്തേക്ക് വരും. ഗോക്കുവും ബീസ്റ്റും അവർ രണ്ടുപേരും പരസ്പരം കണ്ട് ഞെട്ടുകയാണ്. ഓ നോ, നീ ആ കുരങ്ങനല്ലേ? ഈ ഡ്രാഗൺ ബോൾ അതെന്റേതാണ്, ഞാൻ ഒരുപാട് വില കൊടുത്ത് അവൻ്റെ ഇത് വാങ്ങിയതാണ്, ഇതൊരിക്കലും ഞാൻ നിനക്ക് തരില്ല എന്ന് പറഞ്ഞ് അവൻ ഉഷാറായിട്ട് ഓടും. ഗോക്കു ആണെങ്കിൽ വിളിച്ചു ചോദിക്കും, അതിൽ എത്ര സ്റ്റാർസ് ഉണ്ടായിരുന്നു? അതിന് അങ്കിള് പറയും, 4 സ്റ്റാർസ്. അത് കേട്ട് ഗോക്കു ഞെട്ടുകയാണ്. ഓ നോ, അതെന്റെ ഗ്രാൻഡ് പേയുടേതാണ്, ഇത്രയും വേഗം എനിക്കത് തിരികെ പിടിക്കണം എന്ന് പറഞ്ഞ് അവൻ പിന്നാലെ ഓടുകയാണ്. അടുത്ത നിമിഷം വലിയൊരു എയർഷിപ്പ് അത് അവിടേക്ക് കടന്നു വന്ന് ഗോക്കുയെ ഷൂട്ട് ചെയ്യും. അതിൽ നിന്ന് ഒരു പ്രത്യേക കൈ പുറത്തേക്ക് വന്ന് അവരെ രണ്ടുപേരെ അങ്ങനെ തൂക്കിയെടുത്ത് അവിടുന്ന് കൊണ്ടുപോവാണ്. ഗോക്കു ആണെങ്കിൽ അവന്റെ ഫ്ലൈങ് നിംബസിനെ വിളിച്ച് എന്റെ പിന്നാലെ ഫോളോ ചെയ്തു പോയി അതിന്റെ തൊട്ടടുത്തെത്തും. അപ്പോഴായിരിക്കും ആ ഒരു ലേഡി അവൾ ബീസ്റ്റിനോട് പറയാ, റഡാറിൽ കാര്യമായിട്ട് എന്തോ ഒരു വ്യത്യാസം കാണിക്കുന്നുണ്ട്. ഡ്രാഗൺ ബോൾ ഇപ്പോഴും നമ്മുടെ ഷിപ്പിന് പുറത്തായിട്ടാണ് ഇതിൽ കാണിക്കുന്നത്. അത് കേട്ട് ആ ബീസ്റ്റ് ഞെട്ടുകയാണ്. കട്ട് ചെയ്ത ഇവിടെ ആ ചോപ്പും വില്ലൻ അവൻ സ്ട്രെയിറ്റ് ആയിട്ട് ആ ഷോപ്പിലേക്ക് വന്ന് ഡ്രാഗൺ ബോളിനെ കുറിച്ച് അന്വേഷിക്കും. അതിന് അങ്കിള് പറയും, അതെ, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഡ്രാഗൺ ബോൾ അത് ഇവിടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞ് അകത്തേക്ക് വന്ന് വലിയൊരു ബോക്സ് ഓപ്പൺ ചെയ്യും. അതിന്റെ അകത്ത് ഒരുപാട് ഡ്രാഗൺ ബോൾസ്, അതെല്ലാം തന്നെ അവൻ ഫേക്ക് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത ഡ്രാഗൺ ബോൾസ് ആണ്. അപ്പൊ ക്യാമറ അങ്ങനെ സൂം ഔട്ട് ചെയ്ത മുകളിൽ ഒരു പക്ഷിക്കൂട് കാണിക്കും. അതിലായിരിക്കും ഗോക്കുവിന്റെ യഥാർത്ഥ ഡ്രാഗൺ ബോൾ അതുണ്ടാവുക. ഇവിടെ അങ്കിളാണെങ്കിൽ ഡ്രാഗൺ ബോൾ ചോപ്പന്റെ കയ്യിൽ കൊടുക്കും. അവനത് ചെക്ക് ചെയ്യും. ഇത് ഫേക്ക് ആണെന്ന് പറഞ്ഞ് അവൻ താഴെയിട്ട് പൊട്ടിക്കും. അങ്കിളാണെങ്കിൽ തീർത്തു പറയും, അയ്യോ അല്ല, ഇത് ഒറിജിനൽ തന്നെയാണ്, എനിക്ക് നന്നായിട്ട് അറിയാം. അതിനാ ചോപ്പൻ ദേഷ്യപ്പെട്ടു പറയും, ഒരു കാരണവശാലും ഡ്രാഗൺ ബോൾ അത് താഴെ ഇട്ടാൽ പൊട്ടില്ല, നീ ഞങ്ങളെ ചീറ്റ് ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് അവനെ അച്ചറം പൊച്ചറം വെട്ടിവെച്ച് കൊല്ലുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.